ഹലോ, ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം വരെ ഒരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐവിനെ കൊണ്ട് എക്സാമിനാണ് പോകുന്നത്. ലേറ്റായി, എക്സാം നടക്കുമെന്ന് അറിയത്തില്ല. ബാക്കി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതെങ്കിലും നടക്കാം. ബാക്കി പോകുന്ന വഴി. രാവിലെ 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ അപ്പായി അടൂർ KSRTC സ്റ്റാൻഡിൽ വിട്ടു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു തിരുവനന്തപുരം ഫാസ്റ്റ് ബസ് കിട്ടി. ഇന്ന് ഞങ്ങളൊരു പ്രിയദർശിനി ചലഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമിന് ടൈമിന് എത്തേണ്ടതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ ഫാസ്റ്റിനാണ് പോകുന്നത്. പക്ഷേ തിരിച്ച് തിരുവനന്തപുരം മുതൽ അടൂർ വരെ ഞങ്ങൾ പ്രിയദർശിനി ഓർഡിനറി ബസ്സിൽ മാത്രമായിരിക്കും കയറുന്നത്. അതാണ് ഞങ്ങളുടെ ചലഞ്ച്. ഞങ്ങൾ ഇതെവിടാടാ? ഇതെവിടാ പാളയോ? ഇതാണോ പാളയം? അവിടെ ഇറങ്ങി ഞങ്ങൾ സ്കൂളിലോട്ട് പോവുകയാണ്. ചേട്ടനും അനിയത്തിയും കൂടെ അവിടെ നിന്നില്ലാതെ നടക്കുക. അപ്പായി ഞങ്ങളെ അടൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി ഇപ്പം ഞങ്ങൾ നടക്കുക ഐവിൻ്റെ എക്സാമിൻ്റെ സ്കൂളിലോട്ട്. ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു സമയം കുറേ ഉണ്ട്, ഇച്ചിരി നേരത്തെ വന്നു. അപ്പോൾ കുറച്ച് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഐവിനെ എക്സാമിന് കയറ്റിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ പരിപാടിയെന്ന് പോലും അറിയത്തില്ല. ഈ പറയുന്നതൊക്കെ ഇത് കേൾക്കുന്നുണ്ടോയെന്നും അറിയത്തില്ല, മൈക്ക് വെച്ചിട്ടില്ല. അപ്പോൾ എന്താ ഇതാന്ന് ഐവിനെ എക്സാമിനെല്ലാം പഠിച്ചോ? എല്ലാം പഠിച്ച് പാസ്സായി. ആ വിദൂരതയിൽ കാണുന്നതാണോ യൂണിവേഴ്സിറ്റി ഓഫ് കേരള? ഓ, ഓക്കെ ഓക്കെ. ഇവിടെ അങ്ങ് തിരിഞ്ഞു മറിഞ്ഞു എല്ലാം അങ്ങ് റോഡല്ലേ. നമ്മളുടെ അവിടെ നിന്ന് ഒരു വ്യത്യാസമായിട്ട് കാണാനൊക്കെ രസമാണ്. നിയമസഭാ സാമാജികരുടെ വാസസ്ഥലം കൊള്ളാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിങ് മാത്രമേ നടക്കുന്നുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഓക്കെ ഗൈസ്, നമുക്ക് ക്രോസ് ചെയ്യാം. ഓടിക്കോ, വണ്ടി വരുന്നേ. പ്രത്യേകിച്ച് ഏക്കേതാ ബുക്കേതാന്ന് അറിയത്തൊന്നും ഇല്ലെങ്കിലും നടക്കുക. പക്ഷേ ഇത്രയും നേരം ബസ്സിലിരുന്നോണ്ടേ ബാക്കെല്ലാം അങ്ങ് മടുത്തു. അത് ശരിയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് ഓട്ടോയിൽ പോകണ്ട. ഇതാ ഗൈസ്, AKG പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ മൊത്തം കേന്ദ്രങ്ങളും പഠനവും ലൈബ്രറിയും മൊത്തം ആകെ ഒരു പടുത്ത എൻവയോൺമെന്റ് അല്ലേ. ഞങ്ങൾ ഐവിനെ എക്സാമിന് വിട്ടു. ഞങ്ങളിനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഐവിന് ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് ഇറങ്ങത്തുള്ളൂ. ആ സമയം കൊണ്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ട്രിവാൻഡ്രം സിറ്റി. ഇത് ഞാനടി കാട്ടുകോഴി. എല്ലാ അച്ഛനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ. ഐവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ രണ്ടും കൂടെ തിരുവനന്തപുരം സൂയിൽ പോയി. അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പക്ഷേ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ അത് ഡിലീറ്റായി പോയി. ഞങ്ങൾ സൂ ഫുള്ള് കറങ്ങിക്കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഐവിന് എക്സാം കഴിഞ്ഞിറങ്ങി. പിന്നെ ഞങ്ങൾ മൂന്നും കൂടെ അവിടുന്ന് പാളയം ബുക്ക് സ്ട്രീറ്റിൽ പോയി. ഇവരാണ്ട് പോർച്ചയാ തിന്നുന്നത്. ഇവർ നമ്മളെ തിന്നു. ഇവർ നമ്മളെ കടിച്ചു കൊല്ലു. ഭയങ്കര ടെറിട്ടോറിയൽ ആനിമൽസ്. അവരെ ടെറിട്ടറി കയറിയ പ്രശ്നമാണെന്നാണ് അതിനെ സന്തോഷിക്കുന്ന നിഗമനം. അതുകൊണ്ട് അറ്റാക്ക് ഓൺ ടൈറ്റൻസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? ഇതെന്തോ പറയുന്നത് പാളയം ബുക്ക് സ്ട്രീറ്റ് അല്ലേ? അതെ. അവിടെ അച്ഛന് ബുക്ക് മേടിക്കാം. ഇത് കൊടുത്താൽ അപ്പൊ ഞങ്ങള് ഇവിടുത്തെ പരിപാടിയെല്ലാം അത്യാവശ്യം കഴിഞ്ഞല്ലേ? ഇവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം തീർന്നു. അതെ, എക്സാം കഴിഞ്ഞു, സൂവിലെ തണ്ടിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് വിശന്നപ്പോ ഇവിടെ ഒരു ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിച്ചു. കുഴപ്പമില്ല, സൂപ്പറൊന്നും അല്ല. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം. ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പ്രിയദർശിനി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് അടൂര് വരെ ഓരോ പ്രിയദർശിനികൾ മാറി കയറും. അതായത് ഓരോ ഇതിന്റെ മാക്സിമം സ്റ്റാൻഡ് എവിടം വരെയാണോ ലെങ്ത്, ആ സ്റ്റാൻഡിൽ ഇറങ്ങുക, എന്നിട്ട് അടുത്തടുത്ത് പോവുക. ട്രിവാൻഡ്രം ടു അടൂര് ഓൺ പ്രിയദർശിനി. അപ്പൊ എന്തായാലും നമുക്ക് ബസ് കണ്ടുപിടിച്ച് ബസ്സിൽ കയറിയിട്ട് ബാക്കി പറയാം. അപ്പൊ നമ്മള് തമ്പാനൂരിൽ നമ്മള് വെഞ്ഞാറമൂട് വരെയുള്ള ബസ് കയറി. ഭയങ്കര പൊടിയല്ല, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മാസ്ക് വെച്ചോണ്ട് വന്നതാണ്. അപ്പൊ നമ്മള് അങ്ങനെ വെഞ്ഞാറമൂട് നമുക്കതേ കണ്ടുള്ളൂ. ആയൂരാ നോക്കിയേ, പക്ഷെ വെഞ്ഞാറമൂടാണ് നമുക്ക് അടുത്തുള്ള ഓർഡിനറി. വെഞ്ഞാറമൂടും അതിലുണ്ട്. അതുകൊണ്ട് എന്തായാലും വെഞ്ഞാറമൂട് കയറുക. നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. എന്നാലും കാരണം ഈ ബസ് യാത്ര ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഇപ്പൊ ബസ് യാത്രയെ കുറിച്ച് വലിയൊരു ജ്ഞാനം ഇപ്പൊ കുറവാണ്. എന്തായാലും വെഞ്ഞാറമൂട്ടിൽ ചെല്ലും, എന്നിട്ട് ബാക്കി നോക്കാം.
8:38 ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ക്യാൻസലായി പ്രിയദർശിനി. ഞങ്ങൾ ഓസ്ട്രേലിയ യാത്ര ചെയ്യുന്നു. കൊട്ടാരക്കര. നമ്മള് ആയൂര് വന്നിറങ്ങിയപ്പോ നമുക്ക് ഡയറക്റ്റ് കൊട്ടാരക്കര അടൂർ ഒറ്റ ബസ് കിട്ടി. അടൂർ ഒറ്റ ബസ് കിട്ടി. പിന്നെ നമ്മൾ അതിലങ്ങ് കയറി നമ്മൾ വീണ്ടും പ്രിയദർശിനി യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഐവിൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത്. ഞങ്ങൾക്ക് 3 ബസ് കയറി പ്രിയദർശിനി. അതിലെല്ലാം ഞങ്ങൾക്ക് സീറ്റും കിട്ടി. പിന്നെ ബാക്കി നമ്മൾ എല്ലാം വീട്ടിൽ ചെന്നിട്ട് ഇതിനെപ്പറ്റി ഗഹനമായ ഒരു സംസാരം വീട്ടിൽ ചെന്നിട്ട് നടത്തുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ തിരുവനന്തപുരം ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കേക്കുക. എല്ലാരും ആകെ ക്ഷീണിച്ച് ബസ്സിലൊക്കെ കുറെ നാൾ കഴിഞ്ഞ് കയറിയ എക്സ്പീരിയൻസ്. ഒത്തിരി നാളായിരുന്നു ബസ്സിൽ കയറിയിട്ട്. ഞങ്ങൾ വിചാരിച്ച് തിരുവനന്തപുരം മുതൽ അടൂര് വരെ പ്രിയദർശിനിയിൽ ഒന്ന് കയറി ഫ്രീ ആയിട്ട് ഇവിടം വരെ വരാൻ പറ്റുമോ, കാരണം ഞങ്ങൾ കേക്ക് ഏതാ ബുക്ക് ഏതാന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ സക്സസ്ഫുള്ളി ചെയ്തു. ഞങ്ങള് ആ വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ നേരം നമുക്ക് 370 രൂപ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ. 369 രൂപ ഞങ്ങൾക്ക് 3 പേർക്കും കൂടായി. ഇങ്ങോട്ട് വരാൻ നേരം ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്നു. ഇവന് 116 രൂപയായി. പിന്നെ നമ്മള് ഈ പ്രിയദർശിനി വന്ന സമയത്ത് ഇത് ഇംപ്ലിമെന്റ് ആയി, ജൂൺ 15 കഴിഞ്ഞ് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ബസ്സുകൾ കുറവാക്കി, സിറ്റി ഫാസ്റ്റ് ആക്കി, ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ആക്കി. അങ്ങനൊന്നും ഇല്ല, ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അച്ചു പറഞ്ഞത് ഇനി പ്രിയദർശിനി അവൾ ഇനിയും കേറത്തില്ലെന്ന്. പ്രിയദർശിനി യാത്ര അവൾ ഒഴിവാക്കിയെന്നാണ്, ഇനിയും കേറുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്, തെള്ളാണോ അതോ ഓർഡിനറി കയറുമ്പോൾ നമ്മൾ ഫാസ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ സമയം എന്തായാലും എടുക്കും. നോർമലി ആവുമല്ലോ, സ്റ്റോപ്പുകൾ കൂടുതലാ. 2 മണിക്കൂർ 20 മിനിറ്റും രാവിലെ എടുത്തായിരുന്നു. 6 മണി സമയത്ത് ട്രാഫിക് ഇല്ലായിരുന്നു അവിടെ എത്തിയത്. തിരിച്ചിങ്ങോട്ട് നമുക്ക് 3.5 മണിക്കൂർ എടുത്തില്ലയോ? 3.5 മണിക്കൂർ. അത് ഇങ്ങോട്ട് നമ്മൾ തിരുവനന്തപുരം ക്രോസ് ചെയ്യാൻ വേണ്ടി നല്ല ട്രാഫിക് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വെഞ്ഞാറമൂട് ചുറ്റായിരുന്നു. അപ്പൊ ഞാൻ അച്ചുവിന്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ കാര്യം ചോദിച്ചപ്പോ അച്ചു പറഞ്ഞു ആൾക്കാരുടെ ഒരു രസമില്ല, നമ്മൾ ഫ്രീ ആയിട്ട് ആരോ നമുക്ക് ഔദാര്യത്തിന് തരുന്നു. അതായത് അന്ന് പറഞ്ഞുകൊണ്ട് കണ്ടക്ടർമാരുടെ ആ ധാഷ്ട്യം കണ്ടക്ടർമാർക്കുണ്ട്, ആ ബസ്സിൽ കയറുന്ന ആണുങ്ങൾക്കുണ്ട്. ബസ്സിൽ അടിയാണ്. പെണ്ണുങ്ങൾ ഫ്രീ ആയിട്ട് പോയിട്ട് അവര് സീറ്റിൽ ഫ്രീ ആയിട്ട് പോവാ, എന്നിട്ട് അവര് സീറ്റിൽ കയറിയിരിക്കുക. ആണുങ്ങളെ ഇരുന്ന് അവര് പുരുഷന്മാർക്ക് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റിൽ അല്ലല്ലോ ഇരുന്ന്, അൺറിസർവ്ഡ് സീറ്റിലാണ് അവരിയ്ക്കുന്നത്. അവരും ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യുന്നതല്ല. നിങ്ങൾ ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ താഴെ ഇരുന്ന് പോകണമെന്ന് ഒന്നും വന്നിട്ടൊന്നുമില്ല. വലിയ രസം പെണ്ണുങ്ങൾ അടിയിട്ടുണ്ടാക്കിയതൊന്നുമല്ല. ഇങ്ങോട്ട് വന്ന് പറഞ്ഞതായത് നിങ്ങൾക്ക് തരാം. അത് മാത്രമല്ല ഈ ഫ്രീ ആയിട്ട് പോകുന്നത് അതിന്റെ പൈസ എടുക്കുന്നത് കണ്ടക്ടറോ, അതൊരു ഈ ഓടിക്കുന്ന ഡ്രൈവറോ ഈ കണ്ടക്ടറോ അല്ല. ഈ പിന്നെ ഈ പറയുന്ന പുരുഷന്മാർ അവിടെ ഇരിക്കുന്ന നിന്ന് പോകുന്ന പുരുഷന്മാരും അല്ല. ഗവൺമെന്റ് ഇവർക്കൊരു സർവീസ് കൊടുക്കുന്നു. അതിനിടയ്ക്ക് ബസ് ഇരുന്ന ഒരു പുള്ളി പറഞ്ഞു ഇത് 6 മാസം പോകും, 6 മാസം കഴിയുമ്പോൾ കണ്ടോ ഇതൊക്കെ 6 മാസത്തെ നിൽക്കുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല 6 മാസത്തിൽ ഇവര് നിർത്തുമെന്ന്. കാരണം ഇവർ വലിയൊരു പദ്ധതിയായിട്ട് ഈ സംഭവം കൊണ്ടുവന്ന. അതിലുപരി ഈ ടിക്കറ്റിനുള്ള ചാർജ് ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിച്ച് ഗവൺമെന്റ് അങ്ങ് പരിപൂർണ്ണ നഷ്ടത്തിൽ. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് യാത്രയിൽ 250 രൂപയുടെ ലാഭം ഉണ്ടായിരുന്നു. 2 ഷേക്ക് മേടിച്ചു കുടിച്ചു വരുന്ന വഴിക്ക്. അപ്പൊ ഈ ഷേക്ക് മേടിക്കുന്നതുകൊണ്ട് എന്തോ സംഭവിക്കുന്നത്, ആ കടക്കാർക്ക് ലാഭം ഉണ്ടാകുന്നു. ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കണം. അപ്പം ഒരിടത്ത് നിങ്ങൾ ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആ ടാക്സ് അങ്ങ് വന്നോളും. അതിലൊന്നും സംഭവിക്കത്തൊന്നുമില്ല. ആളുകൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം പരിപൂർണ്ണമായിട്ട് നഷ്ടത്തിലാവത്തൊന്നുമില്ല. സർക്കാരിനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല, ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും നമുക്ക് നല്ലതല്ലേ? അത്രേ ഉള്ളൂ. നല്ലത് വരുമ്പോ നല്ലതാന്ന് പറയണം. നമ്മളിപ്പോ പല വീഡിയോകളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് പല വീഡിയോകളിലും പല ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർ, ഇപ്പൊ ഞങ്ങളുടെ ഒരു മാം തന്നെ പറയുന്നത് എനിക്ക് വേണ്ട, ഞാൻ ടിക്കറ്റ് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ അവര് ടിക്കറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഞാൻ പൈസ തരാന്ന് പറഞ്ഞാലും കണ്ടക്ടർ പൈസ മേടിക്കത്തില്ല, അത് 0 വരത്തുള്ളൂ ഫീമെയിലിന് കൊടുക്കുമ്പോൾ. അതാണ് സിസ്റ്റം. ഒരു കണ്ടക്ടർ ഒക്കെ ആയിരുന്നു, ഭയങ്കര തള്ളായിരുന്നു അതിന്റെ അടുത്ത്. എന്നിട്ട് പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. അടുത്തൊരു കണ്ടക്ടർ വന്നു, അവിടെ സത്യം പറഞ്ഞ ആണുങ്ങളുടെ തള്ള, പെണ്ണുങ്ങളുടെ തള്ളൊന്നുമല്ല. പക്ഷെ പുള്ളിക്ക് അതങ്ങ് പ്രശ്നമാണ്, പെണ്ണുങ്ങളെല്ലാം ഇടിച്ചു കയറി. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫുൾ ഇപ്പൊ ഞങ്ങൾ കയറി വന്നപ്പോ തന്നെ പറഞ്ഞു ഫ്രണ്ടിലോട്ട് പോയിക്കോ, ആണുങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എണീപ്പിക്കും. എങ്ങനെ എണീപ്പിക്കും? ഞങ്ങൾ റിസർവ്ഡിലല്ല ഇരിക്കുന്നത്, നമ്മുടെ അവിടെ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ സ്ത്രീകളെന്ന് എഴുതിയാലോ അല്ലെങ്കിൽ മുതിർന്ന പൗരൻ അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും
അങ്ങനെയുള്ള സീറ്റിൽ വേറെ ആൾക്കാർ കയറിയിരിക്കുമ്പോൾ കണ്ടക്ടർ വന്നിട്ട് അവരെ മാറ്റിയിട്ട് എന്നുവെച്ചാൽ അവർ എണീറ്റില്ലെങ്കിൽ സോമനസാല എണീക്കുന്നവർ കുറവാണ്, അപ്പൊ അങ്ങനെ എണീറ്റില്ലെങ്കിൽ കണ്ടക്ടർ. അതല്ലാതെ റിസർവ്ഡ് അല്ലാത്ത ഇപ്പൊ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. KSRTC ബസ്സിൽ ഒരു ഇതും നമ്മൾ ഫ്രണ്ടിൽ വന്നിരുന്നാലും അവർ എണീറ്റും തരാറില്ല, ഫ്രണ്ടിൽ തന്നെ പോയിരിക്കുന്ന പുരുഷന്മാരുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിൽ സ്ത്രീകൾ ഇരിക്കണം, ബാക്കിൽ പുരുഷന്മാരിക്കണം എന്ന് അങ്ങനെ എങ്ങും എഴുതി വെച്ചില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിൽ എഴുതി വെക്കത്തില്ലേ ഇവിടം വരെ പുരുഷന്മാർ മാത്രമേ ഇരിക്കാവൂ. എന്തായാലും എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അതെ, പിന്നെ ഇത് പോസിബിൾ ആണ്, അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഓർഡിനറി വെച്ച് മാത്രം യാത്ര ചെയ്യാം. കുറച്ച് ടൈം എടുക്കും, സമയം കൂടുതൽ എടുക്കും എന്നുള്ള സ്വാഭാവികം സംഭവിക്കും. പക്ഷെ ഈ പറയുന്ന സ്ത്രീ സൗജന്യ യാത്രയിൽ ടിക്കറ്റ് എടുത്ത് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതെ, അതാണ് ഞങ്ങൾ ഇതിൽ കൂടെ പ്രൂവ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. അപ്പൊ ഞങ്ങൾ പറയുന്നതിനെ എന്താ പറയുന്നത്, പ്രതികൂരിക്കുന്നവർ കാണും. അപ്പൊ അതെല്ലാം നമ്മുടെ കമന്റ്സിൽ പറയാം. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുകൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇന്ന് ബസ്സേ കയറി നേരിട്ട് കണ്ടതാ ഈ ആളുകൾ കാണിക്കുന്ന ഇത്. ഞങ്ങളുടെ ഇന്നത്തെ ചലഞ്ച് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചു. പറ്റുന്നവർക്കൊക്കെ ഇതുപോലൊക്കെ ഇടയ്ക്ക് വെറുതെ ഒരു ട്രിപ്പായിട്ടൊക്കെ ചെയ്യാം, രസമുള്ള പരിപാടിയാണ്. ഇപ്പൊ കുറെ നാളായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ട്. നമുക്ക് എന്താ പറയുന്നത്, കുറെ പ്രശ്നങ്ങൾ വന്നു. പനി, മഴ, അങ്ങ് വെയില്, എല്ലാം അങ്ങ് പ്രശ്നം. അല്ലെ, കുറച്ച് കാര്യങ്ങളിൽ അങ്ങ് ബിസി ആയി പോയി. അപ്പൊ ഇനി നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. നമ്മളെ കാണുന്നവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി പേരും ഞങ്ങളെ കാണുന്നവരില്ല, എന്നാൽ പോലും പലയിടത്തും നമ്മളെ അറിയാവുന്നവരൊക്കെ കേട്ടോ ആന്റിമാര് ചോദിച്ചിട്ടുണ്ട്, എന്നാ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. അത് നമുക്കൊരു ഇതുണ്ട്, ഇടണോന്നപ്പോൾ നമ്മൾ വിചാരിക്കും, ഒരു മോട്ടിവേഷൻ വരും. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ കാണാമല്ലേ. ഓക്കെ, ബൈ.